ISRO സ്വകാര്യവൽക്കരിക്കുന്നു എന്ന് വളരെ വിഷമത്തോടുകൂടി വാർത്ത വായിക്കുമ്പോൾ, അത് തെറ്റിദ്ധാരണയോടെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ISRO ഉപഗ്രഹങ്ങളും റോക്കറ്റ് വിക്ഷേപണ വാഹനങ്ങളും നിർമ്മിക്കുവാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് പട്ടാഭിരാമനെയോ കല്യാണരാമനെയോ യൂസഫലിയെയോ മോറനോ അല്ലെങ്കിൽ മാർജിൻ ഫ്രീ മാർക്കറ്റുകൾക്കോ ഒന്നുമല്ല. ISRO കരാറിൽ ഏർപ്പെടുവാൻ പോകുന്നത് അല്ലെങ്കിൽ കരാർ നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള HAL അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള HALനും അതുപോലെ തന്നെ സ്കൈറൂട്ട് സ്വകാര്യ കമ്പനിയായിട്ടുള്ള സ്വകാര്യ ബഹിരാകാശ ഗവേഷണ ഏജൻസി ആയിട്ടുള്ള സ്കൈറൂട്ട് പോലെയുള്ള കമ്പനികൾക്കുമാണ് ISRO ഇതിന്റെ ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ നൽകുവാൻ പോകുന്നത്. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ചെറിയ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന SSLV റോക്കറ്റിന്റെ സാങ്കേതിക വിദ്യയും ഉൽപാദനവുമൊക്കെയാണ് HALന് ISRO കൈമാറിയിരിക്കുന്നത്. ഇന്ത്യയിലെ സ്കൈറൂട്ട് പോലുള്ള സ്വകാര്യ ബഹിരാകാശ ഏജൻസികൾക്ക് സർക്കാർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രൊമോഷൻ നൽകുന്നതും ഒക്കെ ഈ ഒരു സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി തന്നെയാണ്. ISRO ഇനി കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കൂടുതൽ സങ്കീർണമായിട്ടുള്ള പ്രോജക്റ്റുകൾക്കും പരീക്ഷണങ്ങൾക്കും വേണ്ടിയാണ്. ചന്ദ്രയാൻ 4, ചന്ദ്രയാൻ 5, ഗഗൻയാൻ പദ്ധതി, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, ശുക്രയാൻ പദ്ധതി ഇതുപോലുള്ള വളരെ സങ്കീർണമായിട്ടുള്ള പ്രോജക്റ്റുകൾക്കും പദ്ധതികൾക്കുമായിട്ടാണ് ISRO ഇനി സമയം ചെലവഴിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പദ്ധതികൾ തയ്യാറാക്കുവാൻ പോകുന്നത്. നാസ പോലും തങ്ങളുടെ ഭൂരിഭാഗം വിക്ഷേപണ വാഹനങ്ങളും റോക്കറ്റുകളും നിർമ്മിക്കുന്നത് സ്വയമല്ല. അതിന്റെ ഭൂരിഭാഗവും സ്വകാര്യ ഏജൻസികൾക്ക് കരാർ നൽകിയിട്ടാണ്. ശാസ്ത്രജ്ഞന്മാർ രൂപരേഖ നൽകുന്നു, സ്വകാര്യ ബഹിരാകാശ ഏജൻസികൾ അത് രൂപകൽപ്പന ചെയ്യുന്നു, നിർമ്മിക്കുന്നു. ഇന്ന് നാസയുടെ നിർദ്ദേശപ്രകാരം റോക്കറ്റുകളും പേടകങ്ങളും നിർമ്മിക്കുന്നത് സ്പേസ് എക്സ്, ബോയിങ് പോലുള്ള സ്വകാര്യ കമ്പനികളാണ്. ഇനി ISROയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രോജക്റ്റുകൾ ആസൂത്രണം ചെയ്യുക, അതിനെ ലക്ഷ്യത്തിലെത്തിക്കുക, രൂപകൽപ്പന ചെയ്യുക എന്നിവയാണ്. ഇന്നത്തെ കാലത്ത് സ്വകാര്യവൽക്കരണമില്ലാത്ത മേഖലകളില്ല. സ്വകാര്യവൽക്കരണത്തെ പൂർണ്ണമായി മാറ്റി നിർത്തുവാനും സാധിക്കില്ല. ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രൈവറ്റൈസേഷന്റെ സഹായം നമുക്ക് വേണ്ടി വരും. ആ സഹായം നമ്മൾ ഉൾക്കൊള്ളണം അല്ലെങ്കിൽ അത് വാങ്ങണം. ISRO വിറ്റുവെന്നും അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണത്തെ അന്ധമായും എതിർക്കുന്ന ഒരുപാട് കൊടി പിടിച്ച് നടക്കുന്ന ആളുകളെ കണ്ടായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുക.